വളരെയധികം സന്തോഷമുള്ള ചടങ്ങാണ് പട്ടയമേള. ഓരോ പട്ടയമേളകളെയും വളരെ ആവേശപൂർവ്വമാണ് ഇടുക്കിയിലെ ജനങ്ങൾ വരവേൽക്കുന്നത്. തീർച്ചയായും വർഷങ്ങളുടെ കാത്തിരിപ്പ്. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭൂമിയുടെ അവകാശികളായി മാറുന്ന ആ ഘട്ടം, അവകാശ പത്രിക എന്നതുപോലെയാണ് നമ്മൾ ഇന്നത്തെ ദിവസം പട്ടയം സ്വീകരിക്കുന്നത്. പൂർവ്വപിതാക്കന്മാരുടെ കാലഘട്ടം മുതൽ മണ്ണിൽ പണിയെടുത്ത് കഠിനാധ്വാനം ചെയ്ത് ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ചതിൻ്റെ ഒരു ഫലം ലഭിക്കുന്നതിൻ്റെ ആ മുഹൂർത്തത്തിൽ സാക്ഷിയാകാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം ഞാൻ ആമുഖമായി രേഖപ്പെടുത്തുകയാണ്. ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുകയാണ്. ഇത്തരമൊരു തലത്തിലേക്ക് ഈ ചടങ്ങ് എത്തപ്പെടുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും ആശംസകൾ അറിയിക്കും. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ വളരെ ഗൗരവത്തോടുകൂടി നമ്മുടെ ജില്ല നേരിടുന്ന ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട് ഉള്ളതായിട്ടുള്ള നിർണായകമായ കാര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ ജില്ലയുടെ, നമ്മുടെ നാടിൻ്റെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതിൽ ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്നുള്ള നിലയിലുള്ള ഒരു പ്രവർത്തനമല്ല ഞാൻ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് എൻ്റെ ആത്മവിശ്വാസം. നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതിന് ഏറ്റവും പോസിറ്റീവായി ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള കാതലായ നിലപാടുകളെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ പല കാര്യങ്ങളിലും അപാകത ഉണ്ടാകുമ്പോൾ അതിനെതിരായി അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിയമ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പോയിട്ടുമുണ്ട്. കാരണം ആ ഒരു തരത്തിൽ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലിലുള്ള അവസരങ്ങളായിട്ടാണ് ആ കാര്യങ്ങളെയൊക്കെ ഞാൻ നോക്കിക്കണ്ടിട്ടുള്ളത്. ആ നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം പല കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും കേരള ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിയമപരമായിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ മന്ത്രി സൂചിപ്പിച്ച 1801/2010 പൊതുതാൽപര്യ ഹർജിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ആ നിയമ പോരാട്ടം തുടരുകയാണ്. ആ കേസിൽ MP എന്നുള്ള നിലയിൽ കക്ഷി ചേർന്നിട്ടുള്ള ആളാണ് ഞാൻ. ഇവിടെ ഇന്നത്തെ ദിവസം പട്ടയം കൈവശപ്പെടുത്തുന്ന 93 റൂൾ അനുസരിച്ചും അതോടൊപ്പം തന്നെ മറ്റു ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ മുനിസിപ്പൽ മേഖലകളിൽ നിന്നുമൊക്കെ എത്തപ്പെട്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദകരമായ മുഹൂർത്തമാണ്. തീർച്ചയായും അവരാ ഒരു ആവേശത്തിൽ നിൽക്കുകയാണ്, വർഷങ്ങളുടെ കാത്തിരിപ്പ്. എന്നാൽ 64 റൂൾ അനുസരിച്ച് പട്ടയ നടപടികൾ പൂർത്തീകരിച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളോടൊപ്പം തന്നെ പട്ടയം ലഭിക്കേണ്ടതായി കാത്തിരുന്ന ആയിരക്കണക്കിന് ആളുകൾ അവരിപ്പോഴും വെളിയിൽ നിൽക്കുകയാണ്. അവർക്ക് പട്ടയം നൽകാൻ സാധ്യമാകാത്ത വിധത്തിൽ നിയമ നടപടികൾ നിൽക്കുന്നു എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മന്ത്രി അതിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചത്. ആ കേസിന്റെ ആസ്പദമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. 2-3 കാര്യങ്ങളാണ്. അതിലൊന്ന്, ഗവൺമെന്റ്, ഇവിടെ ബഹുമാനരായ എല്ലാ നേതാക്കന്മാരും ഇവിടെയുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുമുണ്ട്. വൺ എർത്ത് വൺ ലൈഫ് എന്ന് പറയുന്ന കപട പരിസ്ഥിതി സംഘടന കേരള ഹൈക്കോടതിയിൽ ഈ പൊതുതാൽപര്യ ഹർജി കൊടുത്ത് ജൂൺ മാസത്തിൽ തന്നെ ആ നടപടികളുമായി കഴിഞ്ഞതിന് മുന്നിലേ വർഷം അവരുടെ പ്രവർത്തനങ്ങൾ അവർ ആ ഒരു തരത്തിൽ ജില്ലയ്ക്കെതിരായി ആരംഭിച്ച ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ച ആ അമിക്കസ് ക്യൂറിയുടെ ആളുകൾ എന്ന് പറയുന്നത് അവർ രണ്ടുപേരെയാണ് അമിക്കസ് ക്യൂറിയായി നിയോഗിച്ചത്. അവിടെ തുടങ്ങിയ പിഴവാണ്. അന്ന് മുതൽക്കേ ആ കാര്യത്തിൽ ഗൗരവത്തോടുകൂടി സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഈ ദുര്യോഗം ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ ഇതിനു മുമ്പും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ആ അമിക്കസ് ക്യൂറിയെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ സർക്കാർ ഇപ്പോഴും പരാജയപ്പെട്ടു നിൽക്കുകയാണ്. ഇപ്പോഴും ഈ നിമിഷം അവർ എഴുതി കൊടുക്കുന്നതെല്ലാം ഹൈക്കോടതി അംഗീകരിച്ച് ഇങ്ങോട്ട് നൽകുന്നു ഒരു വശത്ത്. മറ്റൊരു വശത്ത് സർക്കാർ അഭിഭാഷകർ ദയനീയമായി പരാജയപ്പെടുന്നു. നമ്മൾ നിയോഗിച്ചിട്ടുള്ള സർക്കാരിന്റെ അഭിഭാഷകർ ആർക്കു വേണ്ടി വാദിക്കുന്നു കേസ്? അവരുടെ ആത്മാർത്ഥത ആരോടാണ്? അതിന്റെ പേരിലല്ലേ 64 റൂളിന്റെ പേരിൽ ഇപ്പോൾ ഈ പട്ടയ നടപടി മരവിപ്പിച്ചത്? എത്ര മാസമായി ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സൂചിപ്പിച്ചു. ചീഫ് സെക്രട്ടറി സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. അത് പരിഗണിച്ചിട്ടില്ല കോടതി പോയി. ഇന്നത്തെ ദിവസം പോലും പരിഗണിച്ചിട്ടില്ല. അപ്പോ അത് പരിഗണിച്ചാൽ ഒരുപക്ഷെ ആ വിഷയം പരിഹരിക്കപ്പെടും. സർക്കാരിന്റെ ഒരു എതിർ സത്യവാങ്മൂലത്തിന് വേണ്ടി ഇപ്പോൾ 9 മാസമായി നമ്മൾ കാത്തിരിക്കുകയാണ്. 64 റൂളിന്റെ ഈ പട്ടയ നടപടികൾ മരവിപ്പിച്ചതൊന്ന് മാറ്റിയെടുക്കാൻ. ഇനി അത് പോട്ടെ, അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ ഈ കാര്യം പറയുമ്പോൾ
അന്ന് തന്നെ ഈ സർക്കാർ അഭിഭാഷകൻ പറയണ്ടേ കോടതിയിൽ ഇത്? എന്തുകൊണ്ട് പറഞ്ഞില്ല? പറയാൻ ഇത് അറിയാത്തത് കൊണ്ടാണ്? അല്ല, അവർ മനഃപൂർവ്വമായി കേസ് തോപ്പിക്കുകയാണ് സർക്കാരിനെയും നാട്ടിലെ ജനങ്ങളെയും. അപ്പൊ അതിന്റെ പേരിൽ എന്താണ്, ഇടുക്കി ജില്ലയിലെ മുഴുവൻ ആളുകൾ കയ്യേറ്റക്കാരാണ്, കയ്യേറ്റ മാഫിയയാണ്. ഇവിടെ ഇരിക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യർ, അവർക്ക് അവകാശപ്പെട്ട ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകാൻ വേണ്ടി ഈ തരത്തിൽ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ ചില ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ നടപടികൾ മുഴുവൻ മരവിപ്പിച്ചുകൊള്ളണമെന്നാണ് ഹൈക്കോടതിയിൽ അമിക്കസ് ക്യൂറി പറഞ്ഞിട്ടുള്ളത്. അതിനെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇവിടെ ഇരിക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥന്മാർ, ഇവിടെ ഉദ്യോഗസ്ഥരോ ഗവൺമെന്റോ ഒരിടത്തും ഒരു കള്ളപ്പട്ടയം കൊടുത്തിട്ടില്ല. പക്ഷേ ഭൂമി കയ്യേറി കള്ളപ്പട്ടയം ഉണ്ടാക്കിയിട്ടുണ്ട്, വ്യാജപ്പട്ടയം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് രണ്ടും കണ്ടല്ലേ? നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഏതെങ്കിലും പട്ടയം നിയമം അനുസരിച്ചല്ല, ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും അഴിമതി നടത്തിയിട്ടാണ് എന്നൊന്നും ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരിക്കലും നമുക്ക് പറയാനും പറ്റുന്നില്ല. ഉദ്യോഗസ്ഥന്മാരെല്ലാ കാലഘട്ടങ്ങളിലും കൊടുത്തിട്ടുള്ള പട്ടയങ്ങൾ അത് അവകാശപ്പെട്ട ആളുകൾക്ക് തന്നെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതിനെ മറ്റൊരു തരത്തിലേക്ക്, ഇപ്പൊ ചക്രമുടി സംഭവം എന്താണ്, അവിടെ കള്ളപ്പട്ടയം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വ്യാജപ്പട്ടയാണ്. അപ്പൊ ആ ഒരു തരത്തിൽ ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ കബളിപ്പിച്ചുകൊണ്ട്, നാട്ടിലെ നിയമ സംവിധാനത്തെ കബളിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ആളുകൾ വ്യാജപ്പട്ടയം നിർമ്മിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ ചോദ്യം ചെയ്യേണ്ടതിന് പകരം 971 ഭേദഗതി 5(7) ചട്ടം, ആ ചട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുള്ള പട്ടയങ്ങൾ മുഴുവൻ വ്യാജമാണ് എന്ന് അമിക്കസ് ക്യൂറി അവിടെ ഹൈക്കോടതിയിൽ പറയുമ്പോൾ എവിടെയായിരുന്നു സർക്കാർ അഭിഭാഷകർ? അവരെന്തുകൊണ്ട് അതിനെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചില്ല? ഇപ്പൊ 9 മാസം കഴിഞ്ഞ് ചീഫ് സെക്രട്ടറി ഇപ്പോ സത്യവാങ്മൂലം കൊടുത്ത്, എതിർ സത്യവാങ്മൂലം കൊടുത്ത് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. പരിഹരിക്കുന്നതിന് നമുക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. ഹൈക്കോടതി അത് അംഗീകരിക്കുമായിരിക്കും. കാരണം അംഗീകരിക്കാതിരിക്കാൻ തരുമല്ലോ. നാട്ടിലെ സർക്കാർ, ജനാധിപത്യ ഗവൺമെന്റ് ഒരു കാര്യം നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഹൈക്കോടതിയിൽ വേണ്ട വിധത്തിൽ അത് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഹൈക്കോടതി അംഗീകരിക്കാൻ വയ്യായിരിക്കും. അംഗീകരിക്കാതിരിക്കാനൊന്നും ഹൈക്കോടതി പറ്റത്തില്ല. പക്ഷേ മനഃപൂർവ്വമായി സർക്കാർ അഭിഭാഷകർ വരുത്തുന്ന ഈ വീഴ്ച, മനഃപൂർവ്വമായി അമിക്കസ് ക്യൂറി നമ്മുടെ നാടിനോട് കാണിക്കുന്നതായിട്ടുള്ള കൊടിയ അപരാധങ്ങളെ പ്രതിരോധിക്കാൻ എന്തുകൊണ്ട് സർക്കാരിന് കഴിയുന്നില്ല? അതിന്റെ പേരിൽ നമ്മൾ ഈ ദുര്യോഗമെല്ലാം അനുഭവിച്ചു തീർക്കുകയല്ലാതെ ഇത് ഈ കേസ് എന്ന് തീരുമെന്ന് വിചാരിച്ചു